ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നെല്ലിക്ക കൊണ്ട് അച്ചാറുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊരു 2 സ്റ്റീം വരുത്താം. കുക്കറിൽ വെച്ചേക്കുക കേട്ടോ. ഒരു പാത്രത്തിൽ ആദ്യം കുക്കറിൽ വെള്ളം എടുത്തിട്ട് മീതെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നെല്ലിക്ക കഴുകി തുടച്ച് വീഴാൻ പോയതാണ്. കഴുകി തുടച്ച് നന്നായിട്ട് 2 സ്റ്റീം വരുത്തിയിട്ട് നമ്മളത് ഒരു അരമണിക്കൂർ വെയിലത്ത് വെക്കണം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചാലും മതി കേട്ടോ. ഞാൻ ഓവനിലാണ് വെച്ചത്, അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഓവനിൽ ഇത് കാണിക്കാനുള്ള കാരണം ഓവനിൽ വെച്ചു. വെയിലത്താണെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കുക. എന്നിട്ട് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. 4 ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. എന്നിട്ട് നമ്മൾ എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ വരും. കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ, എനിക്കിപ്പോൾ കുഴപ്പമില്ല, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും ആകെ 15 നെല്ലിക്കയുള്ളൂ. കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണ തന്നെ ഉപയോഗിക്കുക നല്ലത് കേട്ടോ. അതുമാത്രമല്ല, എല്ലാം വെള്ളമയം ഇല്ലാതെ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ കുറേ നാളിരിക്കും. എണ്ണ മീതെ ചൂടാക്കിയിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചാലും നല്ലതാണ്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒരുമിച്ച് തന്നെ ഇടുന്നത് കേട്ടോ. എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത ബ്രൗൺ കളറാവണം. ബ്രൗൺ കളറാവുമ്പോൾ നെല്ലിക്ക അച്ചാർ മാത്രം മതി നമുക്ക് ചോറിനാൻ. തൈരും ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചോറിനാൻ പറ്റും. പിന്നെ ഞാൻ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അത് മൂത്ത് കഴിയുമ്പോൾ നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞ് പോകും, കരിഞ്ഞ മണം വരും. അപ്പം ഞാൻ ഇത്തിരി കടുക് ഇട്ട് കൊടുത്തു. 2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു, ചെറിയ സ്പൂണാട്ടോ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു 2.25 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാരണം പച്ചമുളക് നല്ല എരിവുള്ളതാണ്. പിന്നെ സാധനം കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2.25. പിന്നെ വേണ്ടത് നമുക്ക് കായം ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഇട്ട് വെച്ചേക്കായിരുന്നു. കട്ടക്കായം നല്ലോണം വറുത്തതാണ്. വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഷ്ണമാക്കിയിട്ട് പൊടിച്ചങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ അത് ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാറാകുമ്പോഴത്തേക്ക് അത് നല്ലോണം അരിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ ഇടുന്നത് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇടണം കേട്ടോ. എന്നിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ. അതുകൊണ്ട് ഒരുപാട് ആദ്യം തന്നെ ഇടണ്ട. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് നെല്ലിക്ക ഞാൻ ഓവനിൽ വെച്ചതാട്ടോ. ഓവനിൽ വെക്കണ പാത്രമാണ് അത്. അപ്പോൾ ഓവനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇടണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് അച്ചാറുണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ അല്ലികളാക്കിയിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഇത് വെന്തതല്ലേ കണ്ടോ, ഇങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും, ഞാൻ ഒരെണ്ണം മാത്രമേ അങ്ങനെ ആക്കിയിട്ടുള്ളൂ. 1-2 അങ്ങനെ ആക്കി, ബാക്കിയെല്ലാം ഇങ്ങനെ മുഴുവനോട് കൂടിയാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. അച്ചാർ റെഡി ഇങ്ങനെ.